തമിഴ്നാട് രാഷ്ട്രീയം എക്കാലത്തും ഒരു സിനിമാ കഥയെ വെല്ലുന്ന നാടകീയതകൾ നിറഞ്ഞതാണ്. വെള്ളിത്തിരയിലെ നായകന്മാർ യാഥാർത്ഥ്യത്തിന്റെ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങി വരികയും അവിടെ തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന കാഴ്ചകൾക്ക് ദ്രാവിഡ മണ്ണ് പലവട്ടം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. MGRലും ജയലളിതയിലും തുടങ്ങി വിജയകാന്തിലൂടെയും കമൽഹാസനിലൂടെയും കടന്ന് ഇപ്പോൾ ദളപതി വിജയ് എന്ന തമിഴകത്തിന്റെ സ്വന്തം താരരാജാവിൽ എത്തി നിൽക്കുകയാണ് ആ ചരിത്രം. തമിഴക വെട്രിക്കഴകം എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് കേവലം 2 വർഷം കൊണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പടവൃക്ഷത്തെ പിടിച്ചു കുലുക്കുന്ന തരത്തിലേക്ക് വിജയ് വളർന്നുവെങ്കിൽ അതിനു പിന്നിൽ ദൃഢമായ വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്നാൽ ഇതിനെതിരെ DMK അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായിരുന്ന MK സ്റ്റാലിൻ സ്വീകരിക്കുന്ന നിലപാടുകൾ കേവലം ഒരു രാഷ്ട്രീയ തോൽവിയുടെ നൈരാശ്യമല്ല, മറിച്ച് അതിസൂക്ഷ്മമായി പ്ലാൻ ചെയ്ത ഒരു വലിയ പൊളിറ്റിക്കൽ ചെസ് ഗെയിമിന്റെ തുടക്കമാണ്. പുറമേക്ക് കാണുന്നതിനപ്പുറം വലിയ അടിയൊഴുക്കുകളുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങളെ വളരെ വിശദമായി തന്നെ നാം പരിശോധിക്കേണ്ടതുണ്ട്. സിനിമയിലെ ഹീറോയിസമല്ല യഥാർത്ഥ ഭരണമെന്ന് അരനൂറ്റാണ്ടിലേറെയായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന സ്റ്റാലിന് മറ്റാരെക്കാളും നന്നായി അറിയാം. 3-4 മണിക്കൂർ നീളുന്ന ഒരു സിനിമയിൽ നായകന് പ്രതിസന്ധികളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാനും പ്രതിനായകന്മാരെ അടിച്ചു വീഴ്ത്താനും കഴിഞ്ഞേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനം ഭരിക്കുക എന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. യാതൊരു ഭരണോപരിചയവുമില്ലാത്ത ഒരു പാർട്ടിയും അതിൻ്റെ നേതാവും അധികാരത്തിൽ വരുമ്പോൾ ഭരണത്തിൻ്റെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ വലിയ വെല്ലുവിളിയായിരിക്കും. ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുക, സാമ്പത്തിക പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുക, ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക തുടങ്ങി 100 കൂട്ടം കാര്യങ്ങൾ അവർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് സ്റ്റാലിൻ്റെ ആദ്യത്തെ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. വിജയ് അധികാരത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷം എന്ന നിലയിൽ നിരന്തരം സമരം ചെയ്ത് ബുദ്ധിമുട്ടിക്കാൻ സ്റ്റാലിൻ മുതിരുന്നില്ല. അങ്ങനെ ചെയ്താൽ പ്രതിപക്ഷം ഭരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊരു സിമ്പതി കാർഡ് ഇറക്കാൻ വിജയ്ക്ക് വളരെ എളുപ്പം സാധിക്കും. തങ്ങളുടെ പരാജയങ്ങളെല്ലാം DMKയുടെ തലയിൽ കെട്ടിവെക്കാനും ജനങ്ങളുടെ മുന്നിൽ ഒരു ഇരയായി മാറാനും വിജയ്ക്ക് അത് അവസരമൊരുക്കും. ഇതിന് തടയിടാനാണ് നിങ്ങൾ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് സ്റ്റാലിൻ ബോധപൂർവം മാറി നിൽക്കുന്നത്. ഇതോടെ ഭരണത്തിലെ പാളിച്ചകളുടെയും വീഴ്ചകളുടെയും മുഴുവൻ ഉത്തരവാദിത്തവും വിജയുടെ ചുമലിൽ മാത്രമാകുന്നു. വിലക്കയറ്റം വന്നാലും അടിസ്ഥാന സൗകര്യങ്ങൾ പാളിയാലും ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് വിജയെ മാത്രമായിരിക്കും. സ്വയം തെറ്റുകൾ വരുത്തി ജനങ്ങൾക്കിടയിൽ TVKയുടെ ഗ്രാഫ് താഴേക്ക് പോകുന്നതും കാത്ത് ക്ഷമയോടെ ഗാലറിയിൽ ഇരിക്കുകയാണ് DMK. സ്റ്റാലിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായി കാണാവുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ TVKയ്ക്കൊപ്പം നിർത്താൻ അദ്ദേഹം കാണിച്ച തന്ത്രമാണ്. വിജയ് നയിക്കുന്ന സർക്കാരിന് പിന്തുണ നൽകാൻ ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിക്കുമ്പോൾ അത് സ്റ്റാലിൻ്റെ അറിവോടും അനുമതിയോടും കൂടിയാണെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇതിലൂടെ DMK ലക്ഷ്യമാക്കുന്നത് പലതാണ്. ഒന്നാമതായി, വിജയ് ഒരിക്കലും BJPയുമായോ AIADMKയുമായോ അടുത്ത് പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും. തൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ശക്തരാകുന്നത് തടയാൻ സ്റ്റാലിൻ കണ്ടെത്തിയ ഏറ്റവും മികച്ച വഴിയാണിത്. മറ്റൊരു പ്രധാന കാര്യം, ഭരണത്തിൽ ദീർഘകാലത്തെ പരിചയസമ്പത്തുള്ള ഇടതുപക്ഷ പാർട്ടികളെ കൂടെ നിർത്തുന്നതിലൂടെ TVKയുടെ ഭരണപരമായ ഓരോ നീക്കവും മുൻകൂട്ടി അറിയാൻ സ്റ്റാലിന് സാധിക്കുന്നു എന്നതാണ്. ഇതൊരുതരം റിമോട്ട് കൺട്രോൾ ഭരണമാണ്. സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ ഇടപെടാനും ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൂടെ DMKയ്ക്ക് സാധിക്കും. തൻ്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്റ്റാലിൻ പങ്കുവച്ച വാക്കുകൾ ഈ നീക്കത്തെ ന്യായീകരിക്കുന്നതാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തമിഴ്നാട് പോകാതിരിക്കാനാണ് താൻ ആഗ്രഹിച്ചതെന്നും പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിച്ച് സ്ഥിരതയുള്ള ഭരണകൂടത്തിന് വഴിയൊരുക്കാനാണ് സഖ്യകക്ഷികൾ മുഖേന ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു. നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാക്കാനായി വിജയ് നയിക്കുന്ന ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ നിർബന്ധിതമാകുകയും എന്നാൽ DMK നയിക്കുന്ന പുരോഗമന സഖ്യത്തോടൊപ്പം പ്രത്യയശാസ്ത്രപരമായി നിലകൊള്ളുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടെ നേതാക്കളായ ഷൺമുഖത്തിനും വീരപാണ്ഡ്യനും അദ്ദേഹം പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. DMKയുടെ നയങ്ങളിൽ അവർക്കിപ്പോഴുമുള്ള വിശ്വാസത്തെ അദ്ദേഹം എടുത്തു കാണിക്കുന്നു. അതേസമയം ഒപ്പം നിന്ന് വോട്ട് വാങ്ങി വിജയിച്ച കോൺഗ്രസ് ഒരു നന്ദിവാക്ക് പോലും പറയാതെ ബന്ധം വിച്ഛേദിച്ചു പോയതിലെ വഞ്ചനയും അദ്ദേഹം വേദനയോടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ നേരുമ്പോഴും ഈ രാഷ്ട്രീയ വഞ്ചന താൻ മറക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പും സ്റ്റാലിൻ തൻ്റെ കുറിപ്പിലൂടെ നൽകുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇമേജ് അഥവാ പ്രതിച്ഛായ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വലിയൊരു ജനപിന്തുണയോടെ മാറ്റത്തിൻ്റെ പ്രതീകമായി കടന്നുവരുന്ന ഒരു യുവ നേതാവിനെ തുടക്കത്തിൽ തന്നെ അതിരൂക്ഷമായി ആക്രമിച്ചാൽ അത് ജനങ്ങൾക്കിടയിൽ DMKയ്ക്ക് വലിയൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും. പഴയ തലമുറയിലെ നേതാക്കൾ പുതിയ തലമുറയെ അംഗീകരിക്കാൻ മടിക്കുന്നു എന്നൊരു തോന്നൽ ജനങ്ങളിലുണ്ടാകാൻ അത് കാരണമാകും. അതിന് നിൽക്കാതെ തികഞ്ഞ പക്വതയുള്ള ഒരു മുതിർന്ന നേതാവായി മാറി നിൽക്കുന്നതാണ് എക്കാലത്തും ബുദ്ധിയെന്ന് സ്റ്റാലിന് നന്നായി അറിയാം. സ്വയം വീഴാൻ സാധ്യതയുള്ള ഒരു പാതയിലൂടെ നടക്കുന്നയാളെ പിറകിൽ നിന്ന് തള്ളിയിട്ട് പ്രതിക്കൂട്ടിലാക്കേണ്ട കാര്യമില്ലല്ലോ. ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് വിജയ് അനുഭവിച്ചറിയട്ടെ എന്ന നിലപാടാണ് DMKയ്ക്കുള്ളത്.
വെറുമൊരു ഔദാര്യമല്ല, മറിച്ച് എതിരാളിക്ക് കളിക്കാൻ മുഴുവൻ ഗ്രൗണ്ടും വിട്ടു നൽകി അവരുടെ ഓരോ ചുവടുവെപ്പും നിരീക്ഷിച്ച് തക്ക സമയത്ത് പ്രത്യാക്രമണം നടത്താൻ കാത്തിരിക്കുന്ന അതികായൻ്റെ തന്ത്രമാണിത്. നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ സ്റ്റാലിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് വാഴ്ത്തുമ്പോൾ തന്നെ വിജയ് എന്ന നേതാവിനെ നാം കുറച്ച് കാണാനേ പാടില്ല. കേവലം 2 വർഷം കൊണ്ട് ഒരു പാർട്ടിയുണ്ടാക്കി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ DMKയെ തോൽപ്പിച്ചുവെന്ന് വിശ്വസിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. വിജയിയുടെ ഈ വിജയം 10 വർഷം മുമ്പ് അദ്ദേഹം തയ്യാറാക്കിയ ഒരു വലിയ മാസ്റ്റർ പ്ലാനിൻ്റെ വിജയമാണ്. സിനിമയിൽ 100 കണക്കിന് കോടികൾ പ്രതിഫലം വാങ്ങുന്ന തമിഴ് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ താരമൂല്യമുള്ള ഒരു നടൻ തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പീക്ക് ടൈമിൽ അഭിനയം നിർത്തുന്നുവെങ്കിൽ അത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാകാൻ വഴിയില്ല. മുഖ്യമന്ത്രിയാകണമെന്ന ഉറച്ച തീരുമാനത്തോടെ അതിനുവേണ്ടി മാത്രം തയ്യാറാക്കിയ കൃത്യമായ പ്ലാനിൻ്റെ ഭാഗമാണത്. ഇക്കഴിഞ്ഞ 10 വർഷമായി വിജയ് അഭിനയിച്ച സിനിമകൾ പരിശോധിച്ചാൽ ഈ രാഷ്ട്രീയ ലക്ഷ്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. കർഷകരുടെ പ്രശ്നങ്ങളും കോർപ്പറേറ്റ് കൊള്ളയും വോട്ടിൻ്റെ വിലയും അഴിമതിയും സ്ഥിരം പ്രമേയങ്ങളാവുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകൾ ജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാനുള്ള ഒരു ടൂൾ മാത്രമായിരുന്നു. സ്വന്തം ഫാൻസ് അസോസിയേഷനുകളെ കേവലം പാലഭിഷേകം നടത്തുന്നവരിൽ നിന്നും മാറ്റി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വലിയൊരു ക്ഷേമ സംഘടനയായി അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപേ വളർത്തിക്കൊണ്ടുവന്നിരുന്നു. DMKയെ പോലെയുള്ള ഒരു വലിയ പാർട്ടി തനിക്കെതിരെ എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്നും അവർ എന്തൊക്കെ കെണികൾ ഒരുക്കുമെന്നും വിജയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇതൊക്കെ എങ്ങനെ അതിജീവിക്കണമെന്നും ഭരണത്തിൽ എങ്ങനെ മുന്നേറണമെന്നും അദ്ദേഹം കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം. രാഷ്ട്രീയം എന്നത് ബുദ്ധിമാന്മാരുടെ കളിയാണ്. ഇവിടെ തോൽക്കാൻ ആരും തയ്യാറല്ല. 6 മാസത്തെ ഹണിമൂൺ പീരീഡ് കഴിയുമ്പോൾ പുതിയ സർക്കാരിൻ്റെ യഥാർത്ഥ പ്രകടനം ജനങ്ങൾ വിലയിരുത്തി തുടങ്ങും. ഭരണപരിചയക്കുറവില്ലായ്മയുടെ പേരിൽ വിജയ് വീഴുമോ അതോ തൻ്റെ മുൻഗാമികളായ താരങ്ങളെപ്പോലെ ജനഹൃദയങ്ങളിൽ ഒരു മികച്ച മുഖ്യമന്ത്രിയായി അദ്ദേഹം ഇരിപ്പിടം ഉറപ്പിക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. DMKയുടെ പക്വതയാർന്ന പ്രതിരോധവും വിജയുടെ ആസൂത്രിതമായ മുന്നേറ്റവും തമ്മിലുള്ള ഈ പോരാട്ടം തമിഴ്നാട് രാഷ്ട്രീയം കണ്ട ഏറ്റവും മികച്ച ചെസ് ഗെയിമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാത്തിരിക്കുന്ന ഓരോ ദിവസവും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് ദ്രാവിഡ മണ്ണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മാറ്റങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനാകുമോ അതോ കേവലം അധികാര വടംവലികളിൽ ഒതുങ്ങുമോ എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.